എല്ലാവർക്കും കിൻസ്മ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ആയിട്ടാണ്. ബൈ2 എന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പേര്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലത്തെ ഒരു ബോക്സിലായിരിക്കും നമുക്ക് വാച്ച് കിട്ടുക. ഈ ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വാച്ചിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ രണ്ട് സൈഡിലായിട്ടും സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. വേറെ ഈ ബോക്സുമ്പോൾ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാച്ച് കാണാനായി സാധിക്കും. ഇതാണ് നമ്മുടെ വാച്ച്. ഇങ്ങനെ ഒരു കവറിലേക്ക് നമുക്ക് വാച്ച് കവർ ചെയ്ത് കിട്ടാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു യൂസർ മാനുവലും പിന്നെ ഒരു ചാർജ് കേബിളും കിട്ടും. യൂസർ മാനുവൽ ചൈനയിലും ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര അക്സസറീസ് ഇതിൻ്റെ ഒപ്പം കിട്ടണുള്ളൂ, വേറെ ഒന്നും കിട്ടണില്ല. ഇതാണ് നമ്മുടെ വാച്ച്. ഇതാണ് നമ്മുടെ വാച്ച്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയും നല്ല റബ്ബറിൻ്റെ സ്ട്രാഫൊക്കെയാണ് ഇതിന്. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഓണാക്കുന്നതും ഓഫാക്കുന്നതൊക്കെ ഈ ഒരു ബട്ടൺമേ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു മൈക്കും അവർ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഇപ്പം നമ്മുടെ സ്മാർട്ട് വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും. ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ ഒരു മെനു കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് കോൾ ചെയ്യണ ഒരു ബട്ടണും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് മെസ്സേജ് അയക്കുന്ന ഒരു ബട്ടണും കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഞെക്കിയാൽ മതി. ഇപ്പോൾ ക്ലോക്ക് വരും. ക്ലോക്ക് മാറ്റുന്നത് ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോക്കൊക്കെ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പവർ ബട്ടൺ വയ്ക്കാൻ ഇത് ഓഫ് ആവും. പവർ ബട്ടൺ വയ്ക്കാൻ ഇത് ഓൺ ആവും. ഓൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ക്ലോക്കായിരിക്കും കാണാൻ സാധിക്കുക. പിന്നെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മെനു ആയിരിക്കും വരാം. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെയിൻ മെനുവിലേക്ക് കയറാൻ സാധിക്കും. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ബ്രൈറ്റ്നസ് കുറയ്ക്കാം. ഇതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ പാഡോമീറ്റർ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോസ്, എടുത്ത ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി ഇമേജ് വ്യൂ എന്നാണ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോൺ ബുക്ക്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡയൽ ഉണ്ട്. നമ്മുടെ ഫോണായിട്ട് ഈ ഒരു വാച്ച് കണക്ട് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലോ കോൾസ്, ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. പിന്നെ ആൻറ്റി ലോസ്റ്റ്, നമ്മുടെ വാച്ച് എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വാച്ച് നമ്മുടെ ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കണം. എന്നാൽ ഈ വാച്ച് നമുക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് ഓഡിയോ പ്ലെയർ ഉണ്ട്. ഓഡിയോ പ്ലെയർ എടുക്കുമ്പോൾ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള പാട്ട് നമുക്ക് ഈ വാച്ച് വഴി കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫേസ്ബുക്ക്, വാട്സാപ്പൊക്കെ ഈ ഒരു വാച്ചിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറ ഇല്ല. ഈ വാച്ചിൽ ക്യാമറ ഇവിടെ കൊടുത്തിട്ടില്ല. പകരം റിമോട്ട് ക്യാമറ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുക ഈ ഒരു വാച്ചായിട്ട്. അതിനുശേഷം അതിനകത്തൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഈ വാച്ചിലേക്ക് സേവ് ആവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫയൽ മാനേജർ, പിന്നെ ബ്ലൂടൂത്ത് മ്യൂസിക്, പിന്നെ ഇതിനകത്തുള്ള മ്യൂസിക് കേൾക്കാൻ ഒരു ഓപ്ഷൻ, പിന്നെ ക്വിക്ക് റെസ്പോൺസ്, അതുപോലെ ഒരുപാട് ആപ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാനായിട്ട്. ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡും സിമ്മൊക്കെ ഇടാൻ സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ വന്നത്. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ. എൻ്റെ ബാക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഈ ഫോണിൻ്റെ ബാക്ക് ഭാഗം. ഇത് 350 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. 4.2 ആണ് ഇതിൻ്റെ ചാർജിങ് വോൾട്ടേജ്. നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഊരി നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിമ്മറിനൊരു സ്ലോട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡിന് സ്ലോട്ടും. ഇത് രണ്ടെണ്ണുള്ളൂ. ഈ ഒരു സ്റ്റിക്കറിൻ്റെ മേളിലാണ് നമ്മുടെ ഒരു സ്പീക്കർ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ IMEI നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാനായിട്ട്. ഇത് അത്യാവശ്യം നല്ലൊരു വാച്ചാണ്. ഈ ഒരു വാച്ചിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയാണ് ഈ ഒരു വാച്ചിൻ്റെ റേറ്റ്. Y2 സ്മാർട്ട് വാച്ച് എന്നാണ് ഈ വാച്ചിൻ്റെ പേര്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വാച്ച് ഒന്ന് നമുക്ക് ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് വഴി. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് പാട്ട് വെച്ച് നോക്കാം. ബ്ലൂടൂത്ത് മ്യൂസിക് നമുക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു വാച്ചിൽ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കണത്. നമുക്ക് വോളിയം കുറച്ച് കാണിച്ചു തരാം. കണ്ടോ? അത് നമുക്ക് വോളിയം കൂട്ടാനും സാധിക്കും. നമുക്കതുപോലെ തന്നെ ഇതിനകത്ത് മ്യൂസിക് പോസൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, അപ്പുറം ഇപ്പുറം. നമുക്ക് പാട്ട് ചേഞ്ച് ചെയ്യാനും വോളിയം മാറ്റാനും ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതുപോലെ ഒരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണിൽ വന്ന കോഡ്സും അതുപോലെ തന്നെ മെസ്സേജസൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇതെല്ലാം വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കോൾ അറ്റൻഡ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.